മീഡിയ വൺ ദേശീയപാത ഇന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. വയനാട്ടുകാരുടെ പ്രശ്നങ്ങളും പ്രതീക്ഷകളും ഇന്ന് ദേശീയപാതയിൽ ചർച്ചയ്ക്ക് വരും. LDF സ്ഥാനാർത്ഥി ആനി രാജയാണ് ആദ്യം നമ്മോടൊപ്പം ചേരുന്നത്. അതിനു മുൻപ് പ്രമോദ് രാമൻ കൂടിയുണ്ട് അവിടെ. പ്രമോദിലേക്കാണ് ആദ്യം പോകുന്നത്. പ്രമോദ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ വയനാട് മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെതിരെയൊക്കെ LDF വലിയ എതിർപ്പ് ഉയർത്തിയിരിക്കുന്നു. ഈ വിഷയത്തിലടക്കം, ഒപ്പം തന്നെ വയനാടിന്റെ വികസന വിഷയത്തിലടക്കം ശ്രീമതി ആനി രാജ എന്ത് പറയുന്നു എന്നറിയാനുള്ള ഒരു കൗതുകം കൂടി ഉണ്ട്. ഗുഡ് മോർണിംഗ് ജിൽസി. സത്യത്തിൽ ഞങ്ങൾ അറിയാലോ, വടകരയായിരുന്നു ഇന്നലെ. വടകരയിൽ നിന്ന് വയനാട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ തന്നെ നമ്മളൊരു എന്തെന്നറിയില്ല, ഒരു ഭയങ്കര പ്രതീക്ഷയുടെ ഒരു സുഖം നമ്മുടെ മനസ്സിലുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ മനസ്സ് പറയുന്നത് രണ്ടുപേരും ലോക്സഭയിൽ വേണ്ട ആളുകളാണ് എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധി ആയാലും ആനി രാജ ആയാലും. അത് രണ്ടിൽ ഒരാൾ എന്നുള്ളത് ഒരു അല്പം വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ദേശീയ രാഷ്ട്രീയം നമ്മൾ നോക്കുന്ന സമയത്ത് ആനി രാജയെ ഒഴിച്ചു നിർത്താൻ കഴിയില്ല. കാരണം ഒരു കാരണവശാലും എന്തൊക്കെ വിഷയങ്ങളിലാണ് ആനി രാജ മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് നോക്കണം നമ്മൾ. എത്ര വിഷയങ്ങൾ. അപ്പോൾ അത് ഉള്ളിൽ വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയോട് നമുക്ക് ഇഷ്ടമുണ്ട്. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. പക്ഷെ ആനി രാജയും കൂടി വേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ധർമ്മസങ്കടം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് അതിനോട് എന്ത് പറയുന്നു ആനി രാജ എന്നും കൂടി നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. നമ്മോടൊപ്പം ചേരുകയാണ് ആനി രാജ, LDF സ്ഥാനാർത്ഥി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം ചോദിക്കട്ടെ, പലരും പറയുന്നുണ്ടല്ലേ ഒരു വേറെ ഏതോ നാട്ടുകാരിയാണെന്ന്. അതൊരു ദുഷ്പ്രചരണമാണ്. ഞാൻ നിങ്ങളുടെ ചാനലിൽ കൂടി ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, മലയാളം പറയുന്ന മലയാളിയാണ് ഞാൻ. കുറച്ചു കാലം പാർട്ടി ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് ഞാൻ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളൂ. ഡൽഹിയിൽ സെറ്റിലായിട്ടില്ല എന്നുള്ളതും അറിയിക്കും. നാട്ടിൽ ഞാൻ കണ്ണൂർ ജില്ലയിലെ ആർളം പഞ്ചായത്തിലെ വട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ആർളം ഫാമിന്റെ ഒക്കെ തൊട്ടടുത്ത്. എൻ്റെ അടുത്തുള്ള ആർളം പഞ്ചായത്തിലെ ഒരു വാർഡിൽ 14 മനുഷ്യരെ ആന ചവിട്ടിക്കൊന്ന ഇടത്തിൽ നിന്നാണ് ഞാനിവിടെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് അത് മാത്രമല്ല, വയനാട്ടിൽ നിന്നാണ്. നമുക്കറിയാം, CPIയുടെ അഖിലേന്ത്യാ നേതാവായ D രാജയുടെ പത്നിയും കൂടിയാണ്, അത് പങ്കാളിയും കൂടിയാണ്. തിരിച്ചു പറയാമല്ലോ, അത് തിരിച്ചു പറയുന്നതാണ് അതിന്റെ ഭംഗി. എന്നോട് ക്ഷമിക്കണം. അതെ. അതാണ് ആ രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയം കൂടിയാണ് ആനി രാജ ഉയർത്തിപ്പിടിക്കുന്നത് എന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ഒരു മത്സരമാണ് വയനാട്ടിൽ നടക്കാൻ പോകുന്നത്. ഇതൊരു സൗഹൃദ മത്സരമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് 20 സീറ്റുകളിലും വളരെ നേരത്തെ തന്നെ അതിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 20 പേരും മത്സരിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു കേട്ട ഡു ഓർ ഡൈ എന്നുള്ള ആ ആഹ്വാനത്തിന് സമാനമായ അത് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇന്ന് രാജ്യത്തെയും അതിൻ്റെ ഭരണഘടനയെയും ജനങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസാന ശ്രമം എന്നുള്ള രീതിയിൽ തന്നെ വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മത്സരിക്കുന്നത് ജയിക്കുന്നതിനാണ്. പക്ഷെ ഒരേ പക്ഷത്ത് നിൽക്കുന്ന, ദേശീയ തലത്തിൽ ഒരേ പക്ഷത്ത് ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് നേതാക്കൾ തമ്മിൽ മത്സരിക്കുന്നത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താ? അല്ല, അതിൽ അങ്ങനെ ഒരു അലയൻസ് നാഷണൽ ലെവലിൽ നിൽക്കുമ്പോൾ എല്ലാ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്. അത് ഒരു പാർട്ടിക്ക് മാത്രമല്ല, ജനങ്ങൾക്കൊരു നല്ല സന്ദേശം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പാർട്ടികൾക്കുമുണ്ട്. ഇപ്പം ഇവിടെ ഇടതുമുന്നണിയും UDFുമാണ് മത്സരം എന്നുള്ളത് ഇന്ത്യ അലയൻസ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രാരംഭ യോഗങ്ങളിൽ തന്നെ ഇതെല്ലാം സംസാരിച്ചിട്ടുള്ളതാണ്. അതങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളതും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എൻ്റെ പേര് വളരെ നേരത്തെ പ്രഖ്യാപിച്ച് ആ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഞാൻ കുറേ ദൂരം മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു തീരുമാനം, ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അപ്പം ഇത്തരം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം
കേന്ദ്ര കോൺഗ്രസ് AICC-ക്കുള്ളതാണ്. അതിൽ AICC എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ നിന്നുള്ള ശ്രീ വേണുഗോപാലിന് ഏറ്റവും അധികം ഉത്തരവാദിത്വം അതിലുണ്ട്. കാരണം അദ്ദേഹമാണ് പല കാര്യങ്ങളും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ശ്രീ രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ശ്രീമാൻ രാഹുൽ ഗാന്ധിയും ഒന്ന് ആലോചിക്കേണ്ടതാണ്. ശ്രീമതി സോണിയാഗാന്ധിയോ ഞാനുമായി വളരെ അടുത്ത ആ ബന്ധത്തിൻ്റെ പേരിലല്ല, അവർക്കൊക്കെ അറിയുന്നതാണ് ദേശീയ ലെവലിൽ രാജ്യത്തെവിടെ ഒരു വിഷയം അത് മതേതരത്വത്തിനോ ജനാധിപത്യത്തിനോ എതിരായിട്ടുള്ള ആക്രമണം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, മൈനോറിറ്റീസിനോ പട്ടികജാതി പട്ടികവർഗത്തിനോ എതിരായിട്ടുള്ള ആക്രമണങ്ങൾ രാജ്യത്തെവിടെ നടന്നാലും അതൊരു നാഷണൽ വിഷയമാക്കി കൊണ്ടുവരേണ്ടതുള്ളത് കൊണ്ട് ഡൽഹിയിൽ അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരുന്ന ഒരാളാണ്. NRE കോൺഗ്രസിൻ്റെ UPA-യുടെ കാലത്ത് കൊണ്ടുവന്ന ജനപക്ഷ നിയമങ്ങൾ, ആ ജനപക്ഷ നിയമങ്ങൾ പലതിൻ്റെയും മുൻനിരയിൽ അതിൻ്റെ പോരാട്ടത്തിനും അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് തയ്യാറാക്കുന്നതിലും അതിന് എം പിമാരെ കണ്ട് മറ്റു പാർട്ടികളിലെ MPമാരെ കണ്ട് അതിന് ലോബി ചെയ്ത് ഇതിനനുകൂലമാക്കുന്നതിനൊക്കെ ദീർഘമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഞാൻ മാത്രമല്ല മറ്റു പലരും. പക്ഷേ അവരോടൊക്കെ തന്നെ മുൻനിരയിൽ നിന്നുകൊണ്ട് അതൊക്കെ ചെയ്തത് അവർക്കൊക്കെ അറിയുന്നതാണ്. ശ്രീമാൻ രാഹുൽ ഗാന്ധിക്കും അറിയുന്നവന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഇത്തരത്തിലുള്ള ഒരു മത്സരം ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരുന്നു, ശ്രീ രാഹുൽ ഗാന്ധിക്കുമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത് രാഹുൽ ഗാന്ധി ഇവിടുത്തെ സിറ്റിംഗ് MP ആണ്. അപ്പോൾ അവർ മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തിരിച്ച് CPI-യുടെ നേതൃത്വവും ആലോചിക്കേണ്ടതായിരുന്നില്ലേ? ആനി രാജയെ പോലെ ഒരാൾ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് രാഷ്ട്രീയമായ ഒരു തെറ്റായ സന്ദേശമാകുമെന്നുള്ളത് CPI നേതൃത്വവും ആലോചിക്കേണ്ടതായിരുന്നില്ലേ? അല്ല, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് അലയൻസ് ആണ്. അലയൻസിൽ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമാണ്. അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തത് അലയൻസ് അല്ല. അപ്പോൾ ഇത് നമ്പർ 1. നമ്പർ 2, ഇത് നിങ്ങൾ സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റ് ഈ ഇലക്ഷനോടെ തീരുകയാണ് അല്ലേ? ഒരു ജനാധിപത്യത്തിലെ ഒരു ജനപ്രതിനിധിയെ ഏത് കാലത്തേക്ക്, ഇപ്പോൾ പാർലമെന്റ് 5 വർഷത്തേക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ആ ജനങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും ഒരു അവസരം വരും. അത് അവരുടെ ജനാധിപത്യപരമായ അവകാശമാണ്. ഇനി അവരെ അടുത്ത 5 വർഷത്തേക്ക് അവരുടെ പ്രതിനിധി ആവണമെന്നുള്ളത് അത് അവരുടെ ജനാധിപത്യപരമായ അവകാശമാണ്. അപ്പോൾ ഒരു ജനാധിപത്യത്തിൽ ഇത് സിറ്റിംഗ് സീറ്റാണ് അങ്ങനെ പറഞ്ഞാൽ UP-യിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 14 സീറ്റുകളിൽ കോൺഗ്രസിനേക്കാൾ വോട്ട് നേടിയ പാർട്ടിയാണ് CPI എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെയാണ് അതെല്ലാം സിറ്റിംഗ് സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാം. ഇതെല്ലാം അങ്ങനെ ഒരു ജനാധിപത്യ ഇതിലാണ്. ജനാധിപത്യത്തിൽ ഒരു സീറ്റും ആരുടെയുമല്ല, അത് ജനങ്ങളുടേതാണ്. ഓക്കെ, നമുക്ക് മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ഇതുവരെ കിട്ടിയ ഒരു ഫീൽ എന്താണ്? ഇപ്പൊ നമുക്ക് രാഹുൽ ഗാന്ധി ജയിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ മറുവശത്ത് ആനി രാജയും കൂടി ലോക്സഭയിൽ വേണ്ടതാണ് എന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കുമോ, അതോ അതിലുപരിയായിട്ട് ജയം തന്നെ പ്രതീക്ഷിക്കും? അല്ല, ഞാൻ ഭൂരിപക്ഷം കുറയ്ക്കാനല്ല ഇവിടെ മത്സരിക്കുന്നത്. ഞാൻ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഞങ്ങളുടെ ഈ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന് കണ്ടില്ലേ, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ മുഴുവൻ ആശങ്കയിലാണ്. എങ്ങോട്ട് അസമിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്, മണിപ്പൂരിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്, ജബുവിൻ്റെയും അതുപോലെ തന്നെ കന്തമഹലിൻ്റെയും ചിത്രം നമ്മുടെ മുമ്പിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഇന്ന് മുസ്ലിമെങ്കിൽ നാളെ ക്രിസ്ത്യൻ, മറ്റന്നാൾ പട്ടികജാതി, അതിനടുത്ത നാൾ ആ രീതിയിൽ വരികയാണ്. അത് വളരെ വേഗത്തിൽ വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ ഫാസിസ്റ്റ് ശക്തികളെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ഒന്നുകൂടി അതിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരെ പരാജയപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിന്, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് ഒക്കെ തന്നെ, ഈ രാജ്യത്തിൻ്റെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ നമ്മൾക്ക് നൽകിയ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് അതിനൊക്കെയുള്ള പോരാട്ടങ്ങൾ തീവ്രമായി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ആ ഒരു പോരാട്ടം നടത്തുന്നതിനാണ് ഇടതുപക്ഷത്തിൻ്റെ 20 സീറ്റിലേക്കും പ്രധാനപ്പെട്ട ആളുകളെ തന്നെ, നേതൃത്വത്തിലുള്ള ആളുകളെ തന്നെ സ്ഥാനാർത്ഥികളാക്കുന്നത്. അതിൽ ഒരു സ്ഥാനാർത്ഥി ഞാനിവിടെ മത്സരിക്കുന്ന ഭൂരിപക്ഷം കുറയ്ക്കാനല്ല. ഞാൻ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ വയനാട്ടിലെ പ്രതിനിധി പാർലമെന്റിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഫാസിസത്തെ പരാജയപ്പെടുത്താനുള്ള പോരാട്ടത്തിൽ കൂടുതൽ ശക്തമായി ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി. അതായത് ഭൂരിപക്ഷം കുറയ്ക്കാനല്ല, ജയിക്കാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, മത്സരിക്കുന്നത് ഞങ്ങൾ ഈ ഇടതുപക്ഷയുടെ ഒരു ടൂറിസത്തിനോ അല്ലെങ്കിൽ സൗഹൃദം മത്സരത്തിലൂടെ കാണിക്കാൻ അതൊന്നുമല്ല. ഇത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഇത് ജയിക്കുന്നതിന് വേണ്ടി
മത്സരിക്കുക. ഇത് ഒരു സീറ്റ് ജയിക്കുക എന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഇത് ജയിച്ച് വലിയൊരു പോരാട്ടത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായി ഞങ്ങൾ ഇതിനെ കാണും. പക്ഷെ അപ്പൊ തോൽപ്പിക്കേണ്ടി വരുന്നത് ഇതേ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണല്ലോ. അതിൽ എന്തെങ്കിലും ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ ശ്രീമതി ആനി രാജ? അതായത് ഞാൻ പറയുന്നത്, ഇപ്പൊ താങ്കൾ ഉന്നയിച്ച ഇതേ വിഷയങ്ങൾ ഇതേ നിലയിൽ, ഇതേ ഊർജത്തോടെ, ഇതേ അഗ്രസീവ്നെസ്സിനോടുകൂടി ഉന്നയിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും പിഴവ് സംഭവിച്ചു? ഇല്ല, ഞാൻ അത് അങ്ങനെ പറയില്ല. അദ്ദേഹം ഈ ഇന്ത്യ അലയൻസിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും രാജ്യത്തെ ഒരു എന്താണ് പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവാണ്. റെസ്പെക്ട്, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നേതാവിനെ കോട്ട് ആൻഡ് കോട്ട് ഒരു കേരള കോൺഗ്രസ്സുകാരനായി ചുരുക്കിക്കളഞ്ഞു കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധിയെ തള്ളിവിടാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മത്സരം ഉഷാറാകട്ടെ. രണ്ടുപേരും അവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാമെന്നല്ലാതെ നടക്കണമെന്നില്ല. എന്തായാലും വിജയാശംസകൾ ശ്രീമതി ആനി രാജ. താങ്ക് യു സോ മച്ച്. ശ്രീമതി ആനി രാജ രാഷ്ട്രീയമായി തന്നെയാണ് ഈ മത്സരത്തെ കാണുന്നത് ജിൽസി. അതിൽ ഒരു തരി പോലും അവർക്ക് വ്യക്തത കുറവില്ല. അതാണ് നമ്മൾ കാണേണ്ടത്. ആ രാഷ്ട്രീയ മത്സരത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിക്കും ആര് ജയിച്ചാലും അത് നമുക്ക് സന്തോഷം തന്നെയാണ് എന്നാണ്. പക്ഷേ അത് വെറും ഒരു ഭൂരിപക്ഷത്തിന്റെ പേരിലുള്ള മത്സരമല്ല, ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ടിയുള്ള മത്സരമല്ല, ജയിക്കാൻ വേണ്ടി തന്നെയുള്ള മത്സരമാണ് എന്ന് ഉറച്ചു പറയുന്നു LDF സ്ഥാനാർത്ഥി. ജിൽസി. ശരി പ്രമോദ്, താങ്ക് യു. എന്തായാലും ആനി രാജയുടെ വ്യക്തതയും കൃത്യതയുമുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾക്ക് മുന്നിലെത്തിച്ചതിന്. എന്തായാലും ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ മറ്റെവിടെയും ഇല്ലാത്തൊരു സങ്കീർണതയാണ് വയനാട്ടിലുള്ളത് എന്ന് വേണം പറയാൻ. കാരണം ഇന്ത്യ സഖ്യത്തിലെ രണ്ടുപേർ, അതും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആനി രാജയെ പോലെയുള്ള രണ്ട് പ്രശസ്ത വ്യക്തിത്വങ്ങൾ മത്സരിക്കുന്നു. രണ്ടുപേരും ലോക്സഭയിൽ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാളെ മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് ആ സങ്കീർണത. വയനാട്ടുകാർ വളരെ അധികം ആലോചിച്ച് വോട്ട് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. മാത്രമല്ല ആനി രാജ നമുക്കറിയാം ദേശീയ തലത്തിലൊക്കെ മലയാളത്തിന്റെ മുഖമായി തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. രാഹുൽ ഗാന്ധി എന്തായാലും കേന്ദ്രവിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരാളാണ്. അപ്പോൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് മത്സരിക്കുക എന്നതിൻ്റെ ഒരു സാങ്കത്യം കൂടിയാണ് ആനി രാജ ചോദ്യം ചെയ്യുന്നത്. അത് AICCയുടെ പിഴവാണ് എന്ന് കൂടി അവർ പറയുന്നു. കോൺഗ്രസ് കുറച്ചുകൂടി ആലോചിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു നിലപാട് കൂടിയാണ് ശ്രീമതി ആനി രാജ വ്യക്തമാക്കിയത്.